സലീം മാലിക് ചേർന്നു. സലീം, ഈ ജീപ്പ് ആശ്രാമത്തേക്ക് എത്തിച്ചേർന്നാൽ അവിടെ പൊതുസമ്മേളനത്തിന് പിന്നെ അധികം വൈകാതെ തുടക്കമാവുകയല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ വാക്കുകൾ തുടങ്ങിയാവില്ലേ? ഹാഷ്മി, ഒട്ടും സമയം വൈകില്ല എന്നുള്ളതാണ്. ഈ റാലി ആശ്രാമം മൈതാനത്തേക്ക് എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ പൊതുസമ്മേളനം തുടക്കമാകും. നമ്മൾ ഈ സമ്മേളന കാലയളവിൽ ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അടുത്ത തിരഞ്ഞെടുപ്പിൽ CPI-നെ നയിക്കുക ആര് എന്നുള്ളൊരു ചോദ്യത്തിന് കൂടിയായിരുന്നു ഉത്തരം തേടിയിരുന്നത്. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മുതൽ ആ പേര് പിണറായി വിജയനിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. CPI-ന്റെ ക്യാപ്റ്റനായും ഒപ്പം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലെ ക്യാപ്റ്റനായും സർക്കാരിന്റെ ക്യാപ്റ്റനായും പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു പേരില്ല എന്ന് അടിവരയിടുന്നതായിരുന്നു ഈ സമ്മേളന കാലയളവിൽ ഉയർന്നുകേട്ട എല്ലാ സംസാരങ്ങളും. കാരണം പ്രതിനിധികൾ അപ്പാടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസ കൊണ്ട് മൂടുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ പല സമയങ്ങളിലും നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് 100-ൽ 100 മാർക്കായിരുന്നു സമ്മേളന പ്രതിനിധികൾ നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് ആര് എന്നുള്ളതും ഒപ്പം തന്നെ പിണറായി 3.0 എന്നൊരു മുദ്രാവാക്യം ഉയർത്തി അത് ഒരു അജണ്ടയായി സെറ്റ് ചെയ്തെടുക്കാൻ കൂടി CPI-ന് കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ കൊല്ലത്തു നിന്ന് കാണുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസം കാണുന്ന ഈ കാഴ്ച എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. കാരണം അക്ഷരാർത്ഥത്തിൽ കൊല്ലം നഗരത്തിനെ ചെങ്കടലാക്കി മാറ്റുന്നു എന്നുള്ളത് മാത്രമല്ല, കൊല്ലം നഗരത്തെ സംബന്ധിച്ചിടത്തോളം CPI-ന് ആ നിലയിൽ ശക്തമായി വേരോട്ടമുള്ള ജില്ലയാണ്. സംസ്ഥാനത്തെ ഏറ്റവും CPI-ന് വേരോട്ടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ്. ആ ജില്ലയിൽ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അത് അതിൻ്റെ പരമാവധി ഭംഗിയിൽ നടത്താൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, അതിലേക്ക് ആൾക്കൂട്ടത്തെ എത്തിക്കുന്നതിൽ എത്ര ആൾക്കൂട്ടം ഉണ്ടാകും എന്നുള്ളതിൽ മാത്രമായിരുന്നു സംശയം. എന്തായാലും ഒരു വലിയ ചെങ്കോട്ട എന്ന് CPI-ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൊല്ലം ജില്ലയിൽ ആ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിലേക്ക് എത്ര ആൾക്കൂട്ടം പരമാവധി എത്തിക്കാൻ കഴിയുമെന്ന ചർച്ച മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പരമാവധിയിൽ പരമാവധി CPI-ന് കൊല്ലത്ത് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് ഈ ആൾക്കൂട്ടം കാണാൻ കഴിയുന്നത്. കാരണം നമുക്കിവിടെ നിന്ന് ഞാൻ ഈ മുഖ്യമന്ത്രിയൊക്കെ പോകുന്ന തുറന്ന ജീപ്പിന് മുൻപിലായി CPI-ന്റെ പാർട്ടി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിലാണ്, അവർ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തുറന്ന വാഹനത്തിലാണ് ഞങ്ങളും ഞങ്ങളുടെ ക്യാമറയും ഉള്ളത്. ഇവിടെ നിന്ന് തന്നെ അപ്പുറത്തേക്ക് നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം ചെങ്കൊടികൾ കാണാൻ കഴിയും. അത്രയധികം ആൾക്കൂട്ടത്തെ കാണാൻ കഴിയും. അങ്ങനെ ഇതിന് മുൻപിലായി അത്ര തന്നെ ഈ ജാഥയ്ക്ക് മുൻപിലായി ഈ വാദ്യഘോഷങ്ങളും ഒപ്പം തന്നെ CPI-ന്റെ വനിതാ പ്രതിനിധികൾ 24 വനിതാ പ്രതിനിധികളുടെ ചെങ്കൊടി ജാഥ എന്നിവയൊക്കെ ഉണ്ട്. മാത്രമല്ല 25,000-ത്തിലധികം വരുന്ന റെഡ് വോളണ്ടിയർമാർ ഇതിനോടകം തന്നെ ആശ്രാമം മൈതാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ആശ്രാമം മൈതാനത്ത് റെഡ് വാളണ്ടിയർമാർ അല്ലാതെ തന്നെ ഈ റാലിയിൽ നടക്കാൻ ആരോഗ്യ പ്രശ്നമുള്ള വിവിധ പാർട്ടി സഖാക്കൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ സമാനതകളില്ലാത്തൊരാൾക്കൂട്ടം ഇപ്പോൾ കൊല്ലം നഗരത്തിലൂടെ CPI-ന്റെ ചെങ്കൊടി ഏന്തി അക്ഷരാർത്ഥത്തിൽ കൊല്ലം നഗരത്തെ ചെങ്കടലാക്കി കടന്നു വരികയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആ ജാഥ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നഗർ, അതായത് കൊല്ലം ടൗൺ ഹാൾ സംസ്ഥാന സമ്മേളനം നടന്ന കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നിന്ന് പീരങ്കി മൈതാനത്ത് നിന്ന് ആരംഭിച്ച ആ ജാഥ ഒരു ചെങ്കടലായി ഒരു ചുവന്ന കടൽ ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ കടന്നു വരികയാണ്. അതിൻ്റെ മുൻപിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്നു. വഴിയരികിൽ കാത്തു നിൽക്കുന്നവരെ കൈവീശി കാണിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ വശത്ത് പ്രകാശ് കാരാട്ട് കൂടി ചേരുന്നു. അതിന് പുറകിൽ MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ട്. ആ ജീപ്പിൻ്റെ മുൻവശത്ത് മന്ത്രി KN ബാലഗോപാൽ ഇരിക്കുന്നുണ്ട്. KN ബാലഗോപാൽ ഈ സമ്മേളനത്തിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. ഉറപ്പായും KN ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ചില വിമർശനങ്ങളൊക്കെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ നേരിട്ടിരുന്നു. പക്ഷേ അതിനേക്കാളേറെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും മികച്ച നിലയിൽ ധനവകുപ്പിനെ കൈകാര്യം ചെയ്യുന്നു എന്ന പ്രശംസ ഈ വിമർശനങ്ങൾക്ക് മുകളിൽ ലഭിച്ചതാണ്. അതിനപ്പുറത്തേക്ക് KN ബാലഗോപാലിന് പാർട്ടിയിൽ ലഭിക്കാൻ പോകുന്നത് ഈ സംഘാടന മികവിന് കൂടിയായിരിക്കും. കാരണം കൊല്ലം ജില്ലയിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ കൊല്ലത്തിന് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഏറ്റുവാങ്ങിയ അത് അതിഗംഭീരമായി സംഘടിപ്പിച്ച KN ബാലഗോപാലിനെ ആ നിലയിൽ കൂടി പാർട്ടിയിൽ ഇനി പ്രശംസ ഉറപ്പായും ഉണ്ടാകും. നിലവിൽ KN ബാലഗോപാൽ ആ തുറന്ന ജീപ്പിന് മുൻപിൽ ഈ 3 പേരും നയിച്ചു കൊണ്ടുപോകുന്ന തുറന്ന ജീപ്പിന് മുൻപിൽ KN ബാലഗോപാൽ ഇരിക്കുന്നുണ്ട്. അതിന് തൊട്ടുപിറകിൽ PB അംഗങ്ങളായ A വിജയരാഘവനും MA ബേബിയും ഉണ്ട്. ഇപ്പോൾ ആ സമ്മേളനം ഇതാ കൊല്ലത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ ജാഥ കടന്നെത്തിയിട്ടുണ്ട്. അത് തിരിഞ്ഞ് ചിന്നക്കടയിലേക്ക് പോകുന്ന കൊല്ലത്തിൻ്റെ നഗരഹൃദയം എന്ന് പറയുന്ന ചിന്നക്കടയിലേക്ക് പോകണം. ചിന്നക്കടയിലെ പാലത്തിലൂടെ ഈ ചെങ്കൊടിയിലൂടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത് ഉറപ്പായും അതൊരു കാഴ്ച തന്നെയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും CPIM മനസ്സുള്ളവർക്ക്, CPIM-ന്റെ അനുഭാവികൾക്ക്, CPIM-ന്റെ പ്രവർത്തകർക്കൊക്കെ അക്ഷരാർത്ഥത്തിൽ ഒരു രോമാഞ്ചം നൽകുന്ന കാഴ്ച ഈ കൊല്ലത്തെ ആ ചിന്നക്കടയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ചിന്നക്കടയിൽ നിന്ന് അങ്ങനെ ആ ഒരു ഹെലിക്യാം വ്യൂ ഒക്കെ അത് അതിഗംഭീരമായ ഒരു കാഴ്ചയാണ്. അത് ഏതു പാർട്ടിയുടെ കൊടിയുമായി നടന്നു പോയാലും ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ ക്ലോക്ക് ടവർ ഉൾപ്പെടെ കാണുമ്പോൾ നമുക്ക് അത് അത്രയും ഭംഗിയുള്ള കാഴ്ചയായി മാറും. അപ്പോൾ ഇത്രയധികം
ഇത്രയധികം ചെങ്കൊടികൾക്ക് കീഴെ ഒരു ജനമഹാസാഗരം ഇങ്ങനെ ഒഴുകി വരുന്നത് അതൊരു അക്ഷരാർത്ഥത്തിൽ സമാനതകളില്ലാത്ത ഒരു കാഴ്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ കാഴ്ചയ്ക്ക് മുൻപിലായി തലയെടുപ്പുള്ള കൊമ്പനെ പോലെ ഒരു മൂന്നാം പിണറായി സർക്കാർ എന്ന ഈ സമ്മേളനത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യത്തിന് അതിന്റെ അടുത്ത സർക്കാരിന്റെയും ക്യാപ്റ്റൻ ഞാൻ തന്നെ എന്ന മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്നും ഉറപ്പിക്കുന്ന നിലയിൽ അടുത്ത സർക്കാർ CPIM-ന്റേതാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെതാണെങ്കിൽ അതിന് മുൻപിൽ നിന്ന് നയിക്കാൻ മറ്റാരുമല്ല ഞാൻ തന്നെയാണ് എന്ന ശരീരഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ഒപ്പം തന്നെ ആ പാർട്ടിക്ക് പിന്നിൽ മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു 10,000-കണക്കിന് പേരെ കാണാം. പ്രത്യേകിച്ച് അതിന്റെ മുൻപിൽ ഈ ജാഥയെ നയിച്ചുകൊണ്ട് ഇപ്പോൾ കൊല്ലത്തിന്റെ തന്നെ ഇരവിപുരം MLA ആയ കൊല്ലംകാരനായ M നൌഷാദ് മുൻപിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട നേതാക്കളും ഈ ജാഥ അതിൻ്റെ കണ്ണി മുറിയാതെ അതിൻ്റെ ഭംഗി ചോര നഷ്ടപ്പെടുത്താതെ അതിൻ്റെ പരമാവധി ഭംഗിയിൽ ക്രമീകരിക്കാനായി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട്. പ്രത്യേകിച്ചും കൊല്ലംകാരായ നേതാക്കൾ അതിന് വല്ലാതെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇപ്പോൾ M നൌഷാദിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും, ചിന്താ ജെറോമിനെ നമുക്ക് കാണാൻ കഴിയും. അതിന് തൊട്ടുപിറകിൽ ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒരു ജാഥയുണ്ട്. ഈ തുറന്ന വാഹനത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരുന്നുണ്ട്. EP ജയരാജനെ, KK ശൈലജയെ, P രാജീവിനെ, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ നമുക്ക് മുഹമ്മദ് റിയാസിനെ അങ്ങനെ നമ്മുടെ കണ്ണിൽ കാണാവുന്ന ഒട്ടനവധി നേതാക്കളെ നമുക്ക് ചെങ്കൊടിയുമേന്തി നടന്നു വരുന്നത് കാണാൻ കഴിയും. സംസ്ഥാനത്തെ ഓരോ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അത് ആ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കാൽനടയായി പാർട്ടിയുടെ പതാക പിടിച്ച് നടന്ന് കാൽനടയായി അങ്ങനെ ഒരു റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൂടി ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് അവർ നൽകുന്നത്. അത് പാർട്ടിക്ക് കീഴിലല്ല സർക്കാർ, പാർട്ടിക്ക് കീഴിലല്ല ഒരു നേതാക്കളും എന്നുള്ള ഒരു സന്ദേശം കൂടി. കാരണം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മന്ത്രിമാർ കടന്നു വരുന്നത്, അതിന് തൊട്ടു പിന്നിൽ മുഖ്യമന്ത്രി ആ ജാഥയെ നയിച്ചു വരുന്നത് കാണാൻ കഴിയും. അതിന്റെ ഇരുവശത്തുമായി റെഡ് വാളണ്ടിയർമാർ സുരക്ഷ തീർത്ത മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ CPIM-ന്റെ ഇവിടെ നിന്നും വരുന്ന 10,000-കണക്കിന് അണികൾക്കും ചെങ്കോട്ട കെട്ടി കാത്ത് ഇങ്ങനെ പോവുകയാണ്. അത് ആ പാലത്തിലേക്ക് അതൊരു വർണ്ണാഭമായ കാഴ്ച എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന ചെങ്കൊടിക്ക് കീഴെ അസ്തമിക്കാനൊരുങ്ങുന്ന സൂര്യന് താഴെ ചെങ്കൊടികൾ ഉയർന്നു പാറുന്ന ചെങ്കൊടിക്ക് കീഴെ ചിന്നക്കടയിൽ കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗമായ ചിന്നക്കട ക്ലോക്ക് ടവറിലേക്ക് കടക്കുന്നിടത്ത് ആ പാലത്തിന് നടുവിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു ചുവന്ന കടലിങ്ങനെ ഒഴുകി വരുന്നു. അതിന് തൊട്ടുപിറകിലായി ആവേശം അണപൊട്ടിക്കൊണ്ട് 10,000-കണക്കിന് വരുന്ന CPIM-ന്റെ അണികൾ ആ നിലയിൽ മുദ്രാവാക്യങ്ങൾ ആർത്ത് വിളിച്ചുകൊണ്ട് ഒരു മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യമൊക്കെ അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ട് കടന്നു പോവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പാലത്തിലേക്ക്, ആ ചിന്നക്കടയിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ആ പാലത്തിലേക്ക് ആ ജാഥ കടക്കുകയാണ്. ഉറപ്പായും നമ്മുടെ ഹെലിക്യാം ദൃശ്യം ഉൾപ്പെടെ കണ്ടാൽ തന്നെ അതിന്റെ ആ ഭംഗി, അത് ഏതൊരു പാർട്ടിയുടേതാണെങ്കിലും ഏതൊരു കൊടികളാണെങ്കിലും ശരി, അത് ആ സ്ഥലത്തിന്റെ കൂടി പ്രത്യേകതയാണ്. അത് കാണുന്നത് ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്ക് ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ജാഥ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ജാഥ ആശ്രാമം മൈതാനത്തേക്ക്, ഇവിടെ നിന്ന് നമ്മൾ ഈ റാലി തുടങ്ങുന്നിടത്ത് നിന്ന് 2 കിലോമീറ്റർ പരിധിയിൽ മാത്രമാണ് ആശ്രാമ മൈതാനം ഉള്ളത്. പക്ഷേ ആശ്രാമ മൈതാനത്തേക്ക് ഒരല്പസമയം എടുക്കും. കാരണം അത്രയധികം ആൾക്കൂട്ടം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ജാഥ അവിടേക്ക് എത്താനുള്ള സമയദൈർഘ്യം ഒരല്പം കൂടുതലായിരിക്കും. എന്തായാലും ആ ജാഥ ഇപ്പോൾ ആ ചിന്നക്കടയിലെ പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് തന്നെ അത് കാണാൻ കഴിയുന്നതൊരു ഗംഭീര കാഴ്ചയാണ്. മാർച്ച് 6-ാം തീയതി തുടങ്ങിയ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തുടങ്ങി. ഈ കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനം അത് വിവിധ വിഷയങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. വലിയ വിമർശനങ്ങൾ ആ പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു, വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിട്ടയായ ഓരോ പരിപാടികളും ക്രമീകരണങ്ങളും ഒക്കെ ആ സമ്മേളനത്തിന്റെ ഭാഗമായി പല സമയങ്ങളിലായി നടന്ന് ലോക്കൽ കമ്മിറ്റികൾ സംഘടിപ്പിച്ച് പിന്നാലെ ഏരിയ കമ്മിറ്റികളിലൂടെ അത് കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റിയിലുമൊക്കെ വിമർശനങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് പടിപടിയായി കടന്നു വന്നതിനൊടുവിൽ സംസ്ഥാന സമ്മേളനത്തിലൂടെ നിലവിലെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത 17 പുതുമുഖങ്ങളെ കൂടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തി നടത്തിയൊരു സംസ്ഥാന സമ്മേളനം അതിൻ്റെ പര്യവസാനം, അതിൻ്റെ പരമാവധി ആവേശത്തിൽ സംഘടിപ്പിക്കാൻ CPIM-ന് കഴിയുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും കൊല്ലത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായി തന്നെ കാണാൻ കഴിയും. കാരണം CPIM എന്നാൽ ഈ സമ്മേളനത്തിൽ തന്നെ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനമാണ് CPIM എന്നാൽ കണ്ണൂരാണ് എന്നൊരു നരേറ്റീവ് ഇടയ്ക്കെങ്കിലും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ വലിയ വിമർശനം, കണ്ണൂരിന് വേണ്ടി പക്ഷപാതിത്വം കാണിക്കുന്നു എന്നൊരു വിമർശനം ഉൾപ്പെടെ ഉയർന്നതാണ്. പക്ഷേ കൊല്ലത്ത് ഈ സംഘാടന മികവ് ഉറപ്പായും കൊല്ലത്തെ CPIM-നെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണൂരല്ല CPIM എന്നുള്ളതിൻ്റെ കൂടി ഒരു തെളിവായി മാറുകയാണ്. കാരണം അത്രയധികം ആളുകൾ ഇതിൽ ഉറപ്പായും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരുണ്ടാകും. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്, അവിടെ നിന്നുള്ള സഖാക്കൾ എത്തിയിട്ടുണ്ട്.